giving us an opportunity to be a part of this revival. ഈ ഒരു ഉണർവിന്റെ ഭാഗമായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. I thank the Lord for using men of God as a channel അതുമാത്രമല്ല for this. ഈ ഒരു ഉണർവിന് വേണ്ടി ഈ ദൈവദാസന്മാരെ ഒരു മുഖാന്തരമാക്കി തീർത്തത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. We honor Pastor Anish, Pastor Raisin Thomas, Pastor Finney and all those who are carrying this revival. ഈ ഒരു ഉണർവിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പാസ്റ്റർ അനീഷ്, പാസ്റ്റർ റൈസൻ, പാസ്റ്റർ ഫിനി സ്റ്റീഫൻ തുടങ്ങി ഓരോ ദൈവദാസന്മാരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ബഹുമാനിക്കുന്നു. But as I was traveling, I was speaking to the Lord. So many things the Lord talked to me. There is no time to share everything, but one thing the Lord told me is this: one person that we have to really honor for this revival is the Holy Spirit. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഉണർവിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം പറയാനായിട്ടുള്ളൊരു സമയം നമ്മുടെ മുൻപിലില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയണം എന്നെനിക്ക് തോന്നുന്നു. അത് മറ്റൊന്നുമല്ല, ഒരു ഉണർവ് സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം നാം മാനിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെയാണ്. Shall we close our eyes and lift our hands and honor the Holy Spirit? ഈ സമയത്ത് കണ്ണുകൾ അടച്ച് സാധിക്കുമെങ്കിൽ നമ്മുടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ബഹുമാനിക്കാമോ? If he is not here, nothing is going to happen. അവരിവിടെ വന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. If the Holy Spirit leaves, revival dies out. പരിശുദ്ധാത്മാവ് പോകുമ്പോൾ ഉണർവ് കെട്ടുപോകും. Everything will go back to normal. എല്ലാ കാര്യങ്ങളും പഴയപടിയായി തീരും. But would you just lift your hands and honor the Holy Spirit, love him, respect him? ഈ സമയത്ത് കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ഒന്ന് ബഹുമാനിക്കാമോ? അവനെ ഒന്ന് സ്നേഹിക്കുന്നു എന്ന് പറയാമോ? Come on everybody, come on everybody. എല്ലാ പ്രിയപ്പെട്ടവരും everybody say love you Holy Spirit. Say Lord, I honor you Holy Spirit. I need you Holy Spirit. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മാനിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അങ്ങ് വന്നു നിൽക്കാൻ എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. We thank you Holy Spirit. We thank you Holy Spirit. Sing it again. We give you all the honor. Yes, Lord. We give you all the honor. We give you all the honor. Spoke up and said he has released something called carrier anointing.
കർത്താവ് എന്നോട് പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ പകർന്നത് വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക അഭിഷേകത്തെ കർത്താവ് ജനങ്ങളുടെ മേൽ പകർന്നു. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്, വഹിക്കുന്ന ഒരു അഭിഷേകം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കേട്ടത് ഒരു ഏണിയുടെ അഭിഷേകം. A ladder never climbs up. എപ്പോഴും ഓർക്കുക, ഒരു ഏണി ഒരിക്കലും മുകളിലേക്ക് പോകുന്നില്ല. It allows everyone to walk upon it. എന്നാൽ ഏണി എന്താണ് ചെയ്യുന്നത്? അത് മറ്റുള്ളവർക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരവസരം അവൻ സൃഷ്ടിക്കുന്നു. You are carrying that anointing. നിങ്ങൾ ആ അഭിഷേകത്തെയാണ് You are carrying that anointing. നിങ്ങൾ ഈ അഭിഷേകത്തെയാണ് വഹിക്കുന്നത്. Many of you here, you are carrying that anointing. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇതേ അഭിഷേകമാണ് ഇപ്പോൾ വഹിച്ചിരിക്കുന്നത്. Hallelujah. Hallelujah. I don't want to climb anywhere, but I will allow everyone to be exalted, elevated, promoted. എനിക്ക് പലയിടത്തോട്ടും മുകളിലേക്ക് കയറി പോകണമെന്നില്ല, പക്ഷേ ഞാൻ എന്നിലൂടെ അനേകരെ മുകളിലേക്ക് കയറ്റുന്ന ഒരു വാഹകനായിട്ട് ഞാൻ മാറാൻ പോകുകയാണ്. Barnabas had that anointing. Barnabas. അതിനെയാണ് ബർന്നബാസ് അഭിഷേകം എന്ന് പറയുന്നത്. Paul had that anointing. പൗലോസിന് അഭിഷേകം ഉണ്ടായിരുന്നു. How many of you men of God will just lift your hands and tell Lord, I am ready to be a ladder for many. നിങ്ങൾ എത്ര ദൈവദാസി ദാസന്മാർ കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ വിളിച്ചു പറയും, കർത്താവേ, ഈ ഉണർവിന്റെ നടുവിൽ ഞാൻ ഒരേണി പോലെ മറ്റുള്ളവർക്ക് കയറി മുകളിലേക്ക് കയറാൻ ഒരു അഭിഷേകം ഞാനിപ്പോൾ വഹിക്കുന്ന അഭിഷേകത്തെ ഞാൻ പ്രാപിക്കുന്ന. Then the Holy Spirit spoke up and said, I'm going to baptize my people in love. അതിനുശേഷം പരിശുദ്ധാത്മ പറഞ്ഞൊരു വാക്കിതാണ്, ഞാൻ എന്റെ ജനത്തെ എന്റെ സ്നേഹത്തിനകത്ത് സ്നാനപ്പെടുത്തിയെടുക്കാൻ പോകുകയാണ്. The word baptism really means to pickle. ബാപ്റ്റിസം എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് അച്ചാറിടുക എന്നുള്ളതാണ്. Gooseberry, tender mango cuts. You keep it in some solution, salt solution, for many weeks, many months, and finally every molecule of that stuff will have the same taste. സാധാരണ അച്ചാറിടുമ്പോൾ അത് നെല്ലിക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഉപ്പ് രസമുള്ള മറ്റു പല ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ലായനിക്കകത്ത് അത് ഇട്ട് വെച്ച് കഴിയുമ്പോൾ ആഴ്ചകൾ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇട്ടതിന്റെ രുചിയല്ല, എന്തിലാണോ കിടന്നത് അതിന്റെ ഓരോ തന്മാത്രയിലും ആ രുചി ഉണ്ടായിരിക്കും. Everybody who is stepping in will be pickled in the agape love of God. Amen. ഇതിനകത്ത് കയറിയിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അഗാപ്പെ സ്നേഹത്തിനകത്ത് അച്ചാറിടുന്ന പോലെ പിക്കിൾഡ് അപ്പായി മാറിയിരിക്കുകയാണ്. Then the Holy Spirit spoke to me and said, he was talking about tornado, and the Holy Spirit said, this is only the eye of the tornado. അതിനുശേഷം പരിശുദ്ധാത്മ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ടൊർണാഡോയെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മ പറയുന്നത് ഇത് ടൊർണാഡോയുടെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. Eye of the I just checked in the Google. I actually asked ChatGPT. ChatGPT says the eye of the tornado means the center portion, which is comparatively silent compared to the walls of the eye. Mighty wind is coming. Eye of the tornado എന്നുള്ളത് ഞാൻ ചാറ്റ് ജിപിടിയിൽ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് വന്ന അർത്ഥം എങ്ങനെയാണ്? ഒരു ടൊർണാഡോ, ഒരു ചുഴലിക്കാറ്റ് തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ശാന്തമായ ഒരു കൊച്ചു അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ വലുതായി വരുന്ന ആ ചുഴലിക്കാറ്റിനെ വെച്ചിട്ട് ഇതിനെ താരതമ്യം ചെയ്താൽ ഇതൊരു കൊച്ചു ചെറിയ ശാന്തമായ ഒന്നാണ്. ഇതുപോലെയുള്ള ഒന്നാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് മലയാളം പറയാൻ പോവാ. യു ട്രാൻസ്ലേറ്റ്. ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പാസ്റ്റേഴ്സ് കേരളത്തിൽ പ്രാർത്ഥിക്കാനിരുന്നു.
After this started, a couple of days later, a group of pastors started praying in Kerala together. Pastor Tijo ഉണ്ട്, Prophet Tijo was there. എല്ലാവരും കിടന്ന് കരയാൻ തുടങ്ങി. We all started crying. The first thing, ഞാൻ എന്താ പറഞ്ഞത്, ആദ്യം Prophet Tijo പറഞ്ഞത്, the first thing that Prophet Tijo said, 8 എന്നൊരു നമ്പർ ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. I see the number 8 revolving around us right now. അതിനുശേഷം 8-നോടനുബന്ധിച്ച് അവിടെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞു. And after that, a lot of things related to the number 8 he started ഈ prophesying. ഒരു സീസണിൽ അതിഭയങ്കരമായി നമ്പർ 8 ഇങ്ങനെ എംഫസൈസ് ചെയ്തു വരും. And he said, in this season, the number 8 is being visible, is going to be prominent in this season. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കാണുകയാണ്, ഡേ, from the time I came here, I started saying day 8. Come on, come on, come on, come on, come on. Come on, come on, come on, come on. Something is happening. Number 8. എട്ടെന്ന് പറയുന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയാലും ഈ സീസണിൽ പരിശുദ്ധാത്മാവ് അതിനെന്തോ ഒരു എംഫസിസ്, എന്തോ ഒരു സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. The Holy Spirit has given a special emphasis. ഞാൻ പറയുന്നത് മുതലാക്കിക്കൊള്ളണം. Take maximum advantage of ദിവസം it. തുടർന്ന് അങ്ങോട്ടുള്ളതും എല്ലാം മുതലാക്കിക്കോളാം. From now onwards, take advantage of what the Holy Spirit is doing. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നു. 1-2 വർഷങ്ങൾക്ക് മുമ്പ്, ഏത് ഇയറാണെന്ന് ഓർക്കില്ല, പാസ്റ്ററെ ഹൗസ് ഡെഡിക്കേഷന് വേണ്ടി ഞങ്ങൾ വന്നു. Couple of years before, I came for Pastor Anish's house ആ dedication. സമയത്ത് പാസ്റ്റർ സാമിച്ചനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ആ കൊറോണയ്ക്ക് ശേഷം അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഏത് സിറ്റിയിലാണോ ആദ്യം കാൽ ചവിട്ടുന്നത് എന്ന് പറഞ്ഞ് കേരളത്തിന് വെളിയിൽ, അവിടെ നിന്ന് ഉണർവുണ്ടാവും. The other day, the prophet Samachan was saying, which city you set your foot first after outside Kerala, there will be a revival there. അദ്ദേഹം കൊറോണയ്ക്ക് ശേഷം പ്രോഫറ്റ് സാമിച്ചൻ ആദ്യമായി കാലുകുത്തിയത് ബാംഗ്ലൂരിലാണ്. After COVID, the first city he touched his foot upon was Bangalore. കേരളം മൊത്തം ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്. The entirety of Kerala is here. സ്റ്റേറ്റ് മൊത്തം ഇവിടെ ഉണ്ട്. Entire ലോകത്തിലെ India is പല here. രാജ്യങ്ങളും ഇവിടെ ഉണ്ട്. Many countries are represented here. അന്ന് പാർശ്യരും പാർത്ഥ്യരും യഹൂദ്യയിലും ശമരിയയിലും എല്ലായിടത്തുമുള്ളവർ, ഒരു കാര്യം അറിയാമോ, അവിടെ പറഞ്ഞിരിക്കുന്ന പാർത്ഥ്യർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയും ഉൾപ്പെട്ടൊരു പ്രദേശമായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ടായിരുന്നു. On the day of Pentecost, people from India were there. They were included in the Parthians that were there on the day of Pentecost. നമ്മൾ വിചാരിക്കുന്ന തോമസ് ലിഹാദി ഇവിടെ വന്നു, നല്ലല്ല, അതിനു മുമ്പ് റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടായിരുന്നു. We think Apostle Thomas came here. കാര്യപരിപാടി തുടങ്ങിയ സമയത്ത് ഇന്ത്യക്കാർ അവിടെ ഉണ്ടായിരുന്നു. When the thing started, Indians were there. വേറൊരു കാര്യം കൂടി കഴിഞ്ഞ വർഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഇന്ത്യ എന്നതിന് ഹീബ്രുവില് പറയുന്നത് ഹോദു എന്നാണ്. The word for India in Hebrew is Hodu. ഹോദു means thanksgiving. Hodu means thanksgiving. എന്റെ മക്കളെ, ഏറ്റവും കൂടുതൽ താങ്ക്സ് ഗിവിംഗ് റിലീസ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന്. From India, most number of thanksgiving will be released. പഴയ നിയമത്തിൽ അഭിഷേക തൈലം ഉണ്ടാക്കാൻ 3-4 പ്രധാന കൂട്ടുണ്ട്. അതിൽ 3 പോരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. In the Old Testament, 3 of the anointing substances were exported out of India. അടുത്ത ആളുടെ ഇന്ത്യയെ കർത്താവിന് മറക്കാൻ പറ്റില്ല. God cannot forget. ഇന്ത്യയെ മറക്കാൻ പറ്റില്ല. God cannot forget India. കർത്താവിന് ഇന്ത്യയെ മറക്കാൻ പറ്റില്ല. നീതി കാണിച്ചേ പറ്റൂ. God has to show his righteousness. റിവാർഡ് തന്നേ പറ്റൂ. God has to show his reward. മോശയുടെ കാലത്ത് പഴയ നിയമത്തിൽ അഭിഷേക തൈലത്തിന്റെ കൂട്ട് തൈലക്കാരന്റെ കൂട്ടൻ പ്രകാരം ഉണ്ടാക്കണമെങ്കിൽ 3 സാധനം ഇന്ത്യയിൽ നിന്ന് വരണമായിരുന്നു. The anointing oil was mixed from 3 ingredients from India. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും റെപ്രസെന്റേഷൻ അവിടെ ഉണ്ട്. In the New Testament, representation was there. ഡോക്ടർ ആർ ബി ലാലിന്റെ അവിടെ ഉണർവ് എടുക്കുന്നു എന്ന് കേട്ടിട്ട് ഞാൻ ഓടി വിടുന്നു. When there was a revival in Dr. R. Bilal's place, I rushed there. Dr. R. Bilal ആദ്യം പറഞ്ഞ കാര്യം, there are only 2 lights in the world. He said the first thing, there are only 2 lights in the world. One is Israelites. One is Israelites. Second Keralites. Second Keralites. അദ്ദേഹത്തെ കൊണ്ടുവന്നതും കേരളൈറ്റ് ആയിരുന്നു. The one who brought him was also a Keralite. ഒരു മലയാളിയാ. Was a Malayali.
Malayalis and potatoes can be found anywhere in the world. മലയാളിനെയും ഉരുളക്കിഴങ്ങിനെയും ലോകത്തിന്റെ എവിടെ ചെന്നാലും കാണാൻ പറ്റും. ഞങ്ങൾ കൂടി 2 ദിവസം ഞങ്ങൾ പാസ്റ്റേഴ്സ് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 8 പറഞ്ഞ സമയത്ത് പാസ്റ്റർ ജോഷി അവിടെ ഇരിപ്പുണ്ട്. ദൈവഹിതമായി ഇന്ന് രാത്രി ജോഷി പാസ്റ്ററോടൊപ്പം തിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ആ സമയത്ത് ചാടി വീണു. കാരണം അതിനു മുൻപ് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു 8 മണിക്കൂർ പ്രാർത്ഥന തുടങ്ങണം. പോസ്റ്റർ അടിച്ചു വെച്ചേക്കുക. അദ്ദേഹം കാണിച്ചു 8 എന്ന് പറഞ്ഞപ്പോൾ. While this was being prophesied, Pastor Joshi was there, and they had just declared an 8-hour fasting prayer, and the post had already been released. ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന സീനാണ്. That's the picture of us praying. അപ്പൊ 8 പറഞ്ഞപ്പോ 8 മണിക്കൂർ പ്രാർത്ഥന അവിടെ ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അത് ഒറ്റ ദിവസത്തേക്കാ വെച്ചത്. They had kept it for one day, an 8-hour prayer. ഞങ്ങള് അന്ന് രാവിലെ നേരെ അങ്ങോട്ട് പോയി. That morning we went straight to there to തോമസ് പാസ്റ്റർ പറഞ്ഞു 8 മണി ഞങ്ങൾക്ക് കൂടാമോ? Thomas Reddy brother asked, can I come? And we also went. So we all went there. Praise generation. In Praise Generation. രാത്രി അവരോടൊന്ന് പോരും. And tonight they will come here. നാളെ ഇവിടെ ഉണ്ടാവും. Tomorrow they will be here. എന്ന് കേട്ടോ. അവിടെ ചെന്നു. I was very very tired. There I was very tired when I reached 2 ദിവസം ഉറങ്ങിയിട്ടില്ല. I have not slept in 2 days. ഞാൻ പറഞ്ഞു ഇരിക്കും എന്നെ വിളിക്കരുത് ശുശ്രൂഷിക്കില്ല. I said I will sit down, don't ask me to come up and preach. തോമസ് പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു ഒരു മഗ്ഗിന് 2 പരിപാടിയുണ്ട്. Thomas Wood brother stood up and said a mug has 2 functions. ഒന്ന് ഇങ്ങോട്ട് സ്വീകരിക്കണം, 2 ഒഴിക്കണം. 1 to receive and 2 to pour out. പിന്നെ ഞാൻ എന്ത് മറുപടി പറയും? And what can I reply to him? ഞാൻ എഴുന്നേറ്റു. I stood up. എൻ്റെ ആത്മാവിൽ ഒരു ശബ്ദം കേട്ടു. I heard a voice in the spirit. അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. It's packed inside that hall. അകത്ത് കേൾക്കുക. I'm hearing a spirit. ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. I will not let go of India. ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. I will not let go of India. ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. We will not let go of India. പറഞ്ഞ ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. We will not let go of India. ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. I will not let go of India. ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ 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 ഞങ്ങൾ വിട്ടുതരില്ല. ഉറക്കെ ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ 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 വിട്ടുതരില്ല. 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 ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല.
ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. 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 ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല. ആമേൻ. ഹല്ലേലൂയ. വാഗൊണ്ട് എന്ത് പറഞ്ഞാലും നടക്കും. പോർട്ടലിന്റെ അകത്താ നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും നടക്കും. അവിടെ പോരുന്ന വഴിക്ക് ഡോക്ടർ പോൾ ദിനകർ എനിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. While I was coming here, Dr. Paul Dininger started to send me a text message. സോ ഞാൻ തിരിച്ചൊരു ടെക്സ്റ്റ് അയച്ചു. ഞാൻ ഒരു റിവൈവലിലേക്ക് പോവുക, ഒരു വേർഡ് ഓഫ് ബ്ലെസ്സിങ് വേണം. I said, I'm going to a revival meeting. I need a word of blessing. And he released this. And this is what he released. A divine intervention in the lives of the young people. ചെറുപ്പക്കാരുടെ നടുവിലേക്ക് ദൈവികമായ ഒരു ഇടപെടൽ സംഭവിക്കാൻ പോകുകയാണ്. A burden to bring Jesus to the needy youth as well as to give Jesus be birthed in them healing miracles too. Amen. യേശു കർത്താവ് അകത്ത് ജനിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള ഹീലിംഗ്സ് മിറക്കിൾ അതിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരുടെ സംഘത്തെ കർത്താവ് ഇന്ത്യയുടെ മണ്ണിൽ ഈ റിവൈവലിലൂടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഒരു കാര്യം കൂടി എൻ്റെ ഓർമ്മയിൽ വരുന്നു. അത് പറയാതെ പോയാൽ അത് അനീതിയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത് പലതും ഞാനിവിടെ പറയുന്നത് കൺഫർമേഷനാണ്. ലക്നൌവിൽ ഒരു മീറ്റിംഗ് നടക്കുക, പാസ്റ്റേഴ്സ് മീറ്റിംഗ്. ആ പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. There are 3 things that the Lord spoke to me while I was in the pastors meeting in Lucknow. Number one, ഞാനൊരു വിഷൻ കണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽ എടുക്കാമോ? I saw a vision. Can I have that bottle? കണ്ടത്, this is what I saw. Church is a minority now. Church is a minority now. So ഇത്രേ ഉള്ളൂ. It's just small. പക്ഷെ അതെങ്ങനെ ഇരിക്കുന്നത്? But it's turned upside down. ചർച്ച ഏറ്റവും അടിയില്ല. The church is down. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഭയെ കർത്താവ് മുകളിൽ കൊണ്ടുവരാൻ പോകും. But the church is going to come up. This is what the Holy Spirit said. അതിൽ ആദ്യം പറഞ്ഞത്, real estate is coming to the hands of the church. Real estate is come to the hands of അതിൽ കർത്താവ് ആദ്യം പറഞ്ഞത് സ്വത്ത് വകകൾ ദൈവമക്കളുടെ സഭയുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യാൻ പോകുകയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലാതെ തീരുമാനിക്കുന്നത് 5 ഏക്കർ 10 ഏക്കർ 100 ഏക്കർ 1000 ഏക്കർ സഭയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റിയിടുക. 24-ാം സംഗീതത്തിന് 1-ാമത്തെ വചനം പറയുന്നത്, ഈ കാണുന്ന റിയൽ എസ്റ്റേറ്റ് മുഴുവൻ എൻ്റെ അപ്പന്റെയാണ്. Psalms 21:4 says, the entire real estate is my father's. Hallelujah. Hallelujah. Number 2, wealth is going to come to the hands of the church. രണ്ടാമത് കർത്താവ് പറഞ്ഞത്, വെൽത്ത് അഥവാ ധനം
സഭയ്ക്കകത്തേക്ക് കടന്നു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ഇത് സ്വീകരിക്കും? How many of you will receive it? രാവിലെ പാസ്റ്റർ റൈസനോട് ശുശ്രൂഷിക്കുമ്പോൾ ചർച്ചിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. This morning as Pastor Raisin was ministering, he was talking about the properties for churches. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? How many of you believe it? ഹല്ലേലൂയ. Hallelujah. ഇന്നലെ നടന്നൊരു കാര്യം പറയാം. Yesterday what happened? കേരളത്തിൽ നടന്നത് Yesterday what happened in Kerala? ലാർജ് പാർസൽ ഓഫ് ലാൻഡ് ഒരു സഭയ്ക്ക് വേണ്ടി ഇന്നലെ എഴുതപ്പെട്ടു. A large piece of land was released to a church. ഇതൊക്കെ തുടക്കം മാത്രം, സാമ്പിൾ വെടിക്കെട്ടിയ. Just a small sample. ഹല്ലേലൂയ. Thousands of acres and hectares of Indian soil will be managed and handled by the church. ഹല്ലേലൂയ. ഇന്ത്യയുടെ മണ്ണിന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഏക്കറുകൾ ഹെക്ടറുകൾ സ്ഥലം ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്ന ദൈവസഭയും ദൈവമക്കളുമാണ്. കൈകൾ അടിച്ച് അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ച് ചവിട്ടി അതിനെ സ്വന്തമാക്കി. കാൽ ചവിട്ടിയാൽ തരും. ചവിട്ട് ചവിട്ട് ചവിട്ട്, എല്ലാരും ഒന്ന് ചവിട്ടിയ. കാൽ ചവിട്ടുന്ന ദേശം. ബാംഗ്ലൂരിൽ വലിയ ലാർജ് പാർസൽ ഓഫ് ലാൻഡ് ഈസ് കമ്മിങ്. ബാംഗ്ലൂരിൽ ഇതാ ഈ സഭയ്ക്ക് വേണ്ടി വലിയ ഒരു നിലയിലുള്ള സ്ഥലം ഇവർ കൈവശമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെയുള്ള ശുശ്രൂഷകർ പാസ്റ്റേഴ്സ് ഒക്കെ ഈ സമയത്ത് വാ കൊണ്ട് പറഞ്ഞ് അങ്ങ് സ്വീകരിച്ചോളണം. ഈ കോയിൻ കുഴിച്ചിട്ട കൂട്ടത്തിലുള്ളവരാണ് ഞങ്ങൾ. ഒരു രൂപ കുഴിച്ചിട്ട കൂട്ടത്തിലുള്ളവരാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ അവിടെ മനോഹരമായ സാങ്ച്വറി ഒക്കെ പണിത്. I was also a person who dug 1 rupee coin one day, but now we have a beautiful sanctuary in that land. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഇന്നിവിടെ അങ്ങനെയുള്ള വലിയ ട്രാൻസാക്ഷനുകൾ ഈ അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. Some amazing transactions are happening in this atmosphere. കൈകൾ ഉയർത്തി അതൊക്കെ അങ്ങ് സ്വീകരിച്ചു. Come on, lift up your hands and receive it. കൈകൾ ഉയർത്തി സ്വീകരിച്ചു. Lift up your hands and receive it. കൈകൾ ഉയർത്തി സ്വീകരിച്ചു. Lift up your hands and receive it. ഹല്ലേലൂയ. Hallelujah. ഒരു കാര്യം കൂടി കർത്താവ് പറഞ്ഞു, അതുകൂടി പറയാം. ഒന്നാമത്തേത് പറഞ്ഞത് എന്തായിരുന്നു? റിയൽ എസ്റ്റേറ്റ്. നമ്പർ 2 വെൽത്ത്. നമ്പർ 3 പവർ ആൻഡ് അതോറിറ്റി. Power and authority. അധികാരവും വാഴ്ചയും. ഹല്ലേലൂയ. അത് സഭയുടെ കയ്യിൽ വരുവാ. It's coming to the church. ഹല്ലേലൂയ. Hallelujah. അത് മൂന്നും സഭ കൈകൾ അടിച്ച് സ്വീകരിച്ച് സ്ഥാപിക്കുക. Come on, put your hands together and start receiving a church. Come on, come on, come on. Rakalabasha. Sharabakalabara. ദേശമെല്ലാം എൻ കർത്തന്റെ സ്വന്തമല്ലോ. കാണും ഭൂമിയെല്ലാം കാൽവരി കോടി പറക്കും. Come on. കാഴ്ച വിട്ടും ദേശമെല്ലാം എൻ കർത്തന്റെ സ്വന്തമല്ലോ. കാലൊക്കെ ഒന്ന് ചവിട്ടിക്കൊണ്ട്. കാണും ഭൂമിയെല്ലാം കാൽവരി കോടി പറക്കും. കാഴ്ച വിട്ടും ദേശമെല്ലാം എൻ കർത്തന്റെ സ്വന്തമല്ലോ. കാണും ഭൂമിയെല്ലാം കാൽവരി കോടി പറക്കും. പറക്കട്ടെ പറക്കട്ടെ യേശുവിൻ സുവിശേഷം. ഹല്ലേലൂയ. ഉയരട്ടെ ഉയരട്ടെ യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. പറക്കട്ടെ പറക്കട്ടെ യേശുവിൻ ജയക്കൊടി. ഹല്ലേലൂയ. ഉയരട്ടെ ഉയരട്ടെ യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. വിട്ടും ദേശമെല്ലാം എൻ കർത്തന്റെ സ്വന്തമല്ലോ. ഭൂമിയെല്ലാം കാൽവരി കോടി പറക്കും. അഞ്ചോട്ടും ദേശമെല്ലാം എൻ കർത്തന്റെ സ്വന്തമല്ലോ. കൺകാണും ഭൂമിയെല്ലാം കാൽവരി കോടി പറക്കും. പറക്കട്ടെ പറക്കട്ടെ യേശുവിൻ ജയക്കൊടി. ഹല്ലേലൂയ. ഉയരട്ടെ ഉയരട്ടെ യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. പറക്കട്ടെ പറക്കട്ടെ യേശുവിൻ. ഹല്ലേലൂയ. ഉയരട്ടെ ഉയരട്ടെ യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. മേലെ ഉയരെ 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 ഞാൻ പറക്കും. 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 ഓ ദൈവത്തിന്റെ തേജ
പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 മേലെ ഉയരെ ഉയരെ പറക്കും ഉയരെ ഉയരെ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഓ ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഓ ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഓ ഉയരങ്ങളിൽ ദൈവത്തിന്റെ തേജസ്, ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ്. റെഡിയാണോ? മേലെ ഉയരെ, ഓ മേലെ ഉയരെ 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 ഉയരെ. ഓ മേലെ ഉയരെ 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 പറക്കും ഉയരെ ഉയരെ. ഓ മേലെ ഉയരെ 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 പറക്കും ഉയരെ ഉയരെ ഉയരെ. മേലെ ഉയരെ 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 പറക്കും ഉയരെ ഉയരെ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഓ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. Amen. Amen.